മനുഷ്യന് ഏറ്റവും ഭയം ഇരുട്ടിനോടാണ്. കാരണം ആ കനത്ത അന്ധകാരത്തിൽ എന്താണ് നമ്മളെയും കാത്തൊളിച്ചിരിക്കുന്നതെന്ന് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയില്ല. എന്നാൽ നമ്മൾ ഭയക്കുന്ന ആ ഇരുട്ടിനെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ആരാധിക്കുന്ന ചിലരുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ പൃഥ്വിരാജിന്റെ ആദം ജോൺ എന്ന സിനിമ കണ്ടവരാരും അതിലെ ആ ഭയാനകമായ പശ്ചാത്തലം മറക്കാനിടയില്ല. ആ സിനിമയിലൂടെയാണ് നമ്മൾ മലയാളികൾ ഭൂരിഭാഗം പേരും ആദ്യമായി ഒരു വാക്ക് കേട്ട് ശരിക്കും ഞെട്ടുന്നത്. സാത്താനെ പ്രീതിപ്പെടുത്താൻ രക്തം കൊണ്ട് നടത്തുന്ന ഇരുണ്ട കർമ്മമായ കറുത്തച്ഛനൂട്ട്. സിനിമയിൽ കണ്ട ആ ഭയാനകമായ ലോകം വെറുമൊരു സാങ്കല്പിക കഥ മാത്രമായിരുന്നു? അതോ മനുഷ്യ ചരിത്രത്തിൽ ഇത്തരം കർമ്മങ്ങൾക്ക് എന്തെങ്കിലും പേരുകളുണ്ടോ? സത്യം തേടിയുള്ള ഒരു യാത്രയാണിത്. ഭയപ്പെടുത്തുന്ന അന്ധകാരത്തിന്റെ ആ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. വെളിച്ചമുള്ളിടത്ത് ഇരുട്ടുമുണ്ട്. ദൈവമെന്നൊരു സങ്കല്പമുണ്ടായ കാലം മുതൽക്ക് തന്നെ അതിന് വിപരീതമായൊരു ഡാർക്ക് എനർജിയും ഈ പ്രപഞ്ചത്തിലുണ്ട്. അത്തരം വിപരീത ശക്തികളെ അഥവാ ലൂസിഫർ എന്ന് വിളിക്കപ്പെടുന്ന സാത്താനെ ആരാധിക്കുന്ന രീതിയാണ് സാത്താനിസം. പല മതങ്ങളിലും ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നു. പള്ളികളിലും ക്ഷേത്രങ്ങളിലും പോയി പ്രാർത്ഥിക്കുന്നത് പോലെയല്ല ഇത്. അതിന് നേരെ വിപരീതമായ തികച്ചും അശുദ്ധമായ കാര്യങ്ങളാണ് ഇവരുടെ ആരാധനാ രീതികൾ. തലകീഴായ കുരിശുകളും 5 കോണുകളുള്ള പെന്റഗ്രാം നക്ഷത്രവുമാണ് ലോകമെമ്പാടുമുള്ള ഇത്തരം രഹസ്യ സമൂഹങ്ങളുടെ പ്രധാന ചിഹ്നങ്ങൾ. തങ്ങളുടെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ സാത്താനുമായി രഹസ്യ കരാർ ഒപ്പിടാൻ വരെ പഴയകാലത്ത് മനുഷ്യർ തയ്യാറായിരുന്നുവെന്നതിന് ചരിത്രത്തിൽ തെളിവുകളുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതിനെ സാത്താനിസം എന്ന് വിളിക്കുമ്പോൾ അതിനോട് സമാനമായി കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് കറുത്തച്ഛനൂട്ട്. കറുത്ത അച്ഛൻ, അതായത് അന്ധകാരത്തിന്റെ പിതാവായ സാത്താൻ. ആ സാത്താനോ അല്ലെങ്കിൽ അത്തരം ഇരുണ്ട ശക്തികൾക്കോ മനുഷ്യർ നൽകുന്ന ഊട്ട് അഥവാ ഭക്ഷണം, അതാണ് കറുത്തച്ഛനൂട്ട്. ആദം ജോൺ സിനിമയിൽ കാണിച്ചതുപോലെ തങ്ങൾക്ക് അനന്തമായ ശക്തിയും സമ്പത്തും ലഭിക്കാൻ വേണ്ടി ഇരുട്ടിന് നൽകുന്ന ഏറ്റവും വലിയ അർച്ചനയാണ് ജീവൻ. യാതൊരു വെളിച്ചമില്ലാത്ത അമാവാസി രാത്രികളിലാണ് ചരിത്രത്തിൽ ഇത്തരം ഇരുണ്ട കർമ്മങ്ങൾ കൂടുതലായും നടന്നിരുന്നത് എന്ന് പറയപ്പെടുന്നു. പൂർണ്ണമായും കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് തങ്ങളുടെ ഐഡന്റിറ്റി മറച്ചുകൊണ്ട് മുഖം മൂടിയ ഒരു കൂട്ടം ആളുകൾ ഇതിനായി അർദ്ധരാത്രികളിൽ രഹസ്യമായി ഒത്തുകൂടും. ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് കത്തുന്ന കുറച്ച് ചുവന്ന മെഴുകുതിരികളുടെ വെളിച്ചം മാത്രമായിരിക്കും അവർ ഒത്തുകൂടുന്ന ആ രഹസ്യ ഇടങ്ങളിൽ ഉണ്ടാവുക. ആ വെളിച്ചത്തിൽ അവർ വിചിത്രമായ ഭാഷയിൽ ചില മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങും. അത് പലപ്പോഴും സാധാരണ പ്രാർത്ഥനാ പുസ്തകങ്ങളിലെ വരികൾ തലകീഴായി വായിക്കുന്നതായിരിക്കും. ഇത്തരം പൂജകളിൽ ഇരുണ്ട ശക്തികളെ പ്രീതിപ്പെടുത്താൻ രക്തമാണ് ഇവർ പ്രധാനമായും ഉപയോഗിക്കുന്നത്. മൃഗങ്ങളുടെയും ചില പ്രത്യേക പക്ഷികളുടെയും രക്തം ഇതിനായി ക്രൂരമായി ബലികഴിക്കപ്പെട്ടിരുന്നുവെന്ന ചരിത്രരേഖകളുണ്ട്. എന്നാൽ കേട്ടുകേൾവികൾ സത്യമാണെങ്കിൽ അനന്തമായ ശക്തി നേടാൻ വേണ്ടി ചില തീവ്ര സ്വഭാവമുള്ള കൾട്ടുകൾ ഇതിനായി മനുഷ്യരെ വരെ ഉപയോഗിച്ചിരുന്നുവെന്നത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരു ജീവൻ അന്ധകാരത്തിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ പകരം ആ ഇരുണ്ട ശക്തി തങ്ങൾക്ക് വേണ്ടതെല്ലാം തരും എന്നാണ് ഇവരുടെ അന്ധവിശ്വാസം. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഇത്തരം ഭയാനകമായ കൾട്ടുകൾ ഇന്ന് അതേ രൂപത്തിലായിരിക്കില്ല. എന്നാൽ ഇത്തരം ഇരുണ്ട ചിന്താഗതികൾ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞുപോയിട്ടുണ്ടോ? അത്യാഗ്രഹത്തിനും അധികാരത്തിനും വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഈ കാലത്ത് രൂപം മാറി ഇത്തരം സംഘം പുതിയ രീതികളിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം. കാരണം വെളിച്ചത്തെ തോൽപ്പിക്കാൻ ഇരുട്ടെപ്പോഴും പുതിയ രൂപങ്ങളിൽ അവതരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അറിയാത്ത, മനസ്സിലാക്കാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഇപ്പോഴും ഈ പ്രപഞ്ചത്തിൽ ബാക്കിയുണ്ട്. ആ അന്ധകാരത്തിന്റെ വാതിലുകൾ ഒരിക്കലും തുറക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം. അജ്ഞാതമായ ഇത്തരം മറ്റൊരു ചരിത്ര സത്യവുമായി നമുക്ക് വീണ്ടും കാണാം.